രാഷ്ട്രീയത്തിൻ്റെ രംഗത്തെ ചില അടിവേരുകളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വേരുകൾ ഇവിടെയാ തോണ്ടാൻ പോകുന്ന വിജയകുമാർ. സപ്തകക്ഷി മന്ത്രിസഭ 7 നിലയിൽ, സാധാരണ 8 നിലയിലാണല്ലോ പൊട്ടിയത്. 7 നിലയിൽ പൊട്ടിയതിന്റെ ചരിത്രം നമ്മൾ വേരുകളിലൂടെ പരിശോധിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് തന്നെ പോവാം, വേരുകൾ തേടി. എന്തായിരുന്നു ആർ ശങ്കർ സർക്കാരിനെതിരെ സഭയിൽ ഉയർന്ന ആരോപണം? സഭയിൽ ഉയർന്നത് 2 ആരോപണങ്ങൾ. ഒന്ന്, ബെൻസ് ലോറി ക്രമം തെറ്റിച്ച് ലഭിക്കാൻ മുഖ്യമന്ത്രി ആർ ശങ്കർ ശുപാർശ ചെയ്തു. അന്ന് ബെൻസ് ലോറി ലഭിക്കാൻ ബുക്ക് ചെയ്ത് 1 വർഷത്തിലധികം കാത്തിരിക്കണം. അടുപ്പക്കാരനായ ഒരാൾക്ക് ലോറി വേഗം ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. എന്തായിരുന്നു രണ്ടാമത്തെ ആരോപണം? പൊതുയോഗത്തിൽ വ്യവസായ മന്ത്രി കെ.എ. ദാമോദരമേനോൻ നിലവിളക്ക് സ്വീകരിച്ചത് സ്വർണ്ണവിളക്കാണെന്ന് പ്രതിപക്ഷവും കോൺഗ്രസിലെ ഒരു വിഭാഗവും സഭയിൽ. ഓട്ടുവിളക്കാണെന്ന് മന്ത്രി. ഓടാണെങ്കിലും മന്ത്രി ഉപഹാരം സ്വീകരിക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയം എങ്ങനെ പാസായി? PSP നേതാവ് P.K. കുഞ്ഞ് പ്രമേയം അവതരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം ആദ്യമായി CPI-യും CPIM-ഉം ഒരു പ്രമേയത്തെ പിന്തുണച്ചു. മുസ്ലിം ലീഗും കോൺഗ്രസിലെ 15 പേരും പ്രമേയത്തെ പിന്തുണച്ചു. പ്രമേയം പാസായത് 50-നെതിരെ 75 വോട്ടുകൾക്ക്. ആർ ശങ്കറിനും കെ.എ. ദാമോദരമേനോനുമെതിരായി വലിയ ശക്തമായ ചില അഴിമതി ആരോപണങ്ങളുണ്ടായി. ശങ്കറിൻ്റെ ഭാര്യ കവടപ്പാറ മൂപ്പിൽ എന്ന ആളിൻ്റെ കൈവശത്തു നിന്ന് 1000-ലേറെ ഏക്കർ ഭൂമി 1 രൂപ പാട്ടത്തിന് 84 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തതായിട്ടൊരു ആരോപണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനന്തരവന് ക്രമം തെറ്റിച്ചൊരു ബെൻസ് ട്രക്ക് നൽകി എന്ന് മറ്റൊരു ആരോപണമുണ്ടായി. അതുപോലെ തന്നെയാണ് എന്തോ സഹായം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ കെ.എ. ദാമോദരമേനോൻ ഒരു വ്യവസായിയിൽ നിന്നൊരു വൈരക്കൽ വാങ്ങി. രാജ്യചരിത്രത്തിൽ ആദ്യമായി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്ന മുഖ്യമന്ത്രിയായി ആർ ശങ്കർ. ആർ ശങ്കറിനെതിരായ അവിശ്വാസ പ്രമേയമാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ സമവാക്യങ്ങൾ തെറ്റിച്ചത്. നയപരമായി മാത്രമായിരുന്നില്ല ആ പിരിയൽ. അടിസ്ഥാന വോട്ടുകൾ ശത്രു രാജ്യങ്ങളിലേക്ക് എന്നതുപോലെ ഭിന്നിച്ചു പോയതും ആ അവിശ്വാസ പ്രമേയത്തിന് പിന്നാലെയാണ്. ഇലക്ഷൻ ഡെസ്ക് 24.